നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ നിരവധി വിഷയങ്ങളാണ്, സാമൂഹ്യ വിഷയങ്ങളാണ് ഏറ്റെടുക്കുന്നത്. ഞാൻ അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇന്ന് വലിയൊരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അംഗനവാടി ജീവനക്കാർക്ക് റെഗുലറൈസ് ചെയ്ത്, അതായത് അവരെ സ്ഥിരപ്പെടുത്തി, ഓണറേറിയത്തിലാണ് പോകുന്നത്. ഓണറേറിയം മീൻസ് ഒരു താൽക്കാലിക ജോലി എന്നാണ് എൻ്റെ അർത്ഥം. എപ്പോൾ വേണം പിരിച്ചുവിടാം, അങ്ങനെയാണ് താൽക്കാലിക പണി. ഓണറേറിയവും കരാർ ജോലിക്കാരും അവരെ സ്ഥിരപ്പെടുത്തി സർക്കാർ ഉദ്യോഗസ്ഥരാക്കണം. അങ്കണവാടി വർക്കർമാർ, അതായത് ടീച്ചർമാർക്ക് ക്ലാസ് 3 ലെവലിലുള്ള ഉദ്യോഗസ്ഥരുടെ പേ സ്കെയിൽ കൊടുക്കണം, സ്കെയിൽ ഓഫ് പേ കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽപ്പർമാർക്ക് ക്ലാസ് 4 ജീവനക്കാരുടെ ഇത് കൊടുക്കണം, ഏത് പേ സ്കെയിൽ കൊടുക്കണം. അപ്പോൾ സർവീസ് ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടും, പെൻഷൻ അവർക്ക് മരണം വരെ നല്ല പെൻഷൻ കിട്ടും. അപ്പോൾ ഇതിന് അനുഗുണമായ ഭരണഘടനാപരമായ വല്ല സാധ്യതയുണ്ടോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതും സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സാക്ഷരത കേരളത്തിൽ നടത്തിയതും കേരളത്തിലാണ്. ഭരണഘടനയെക്കുറിച്ച് ഇത്രമണ്ട് ആവേശപ്പെട്ടിട്ടുള്ളൊരു സമൂഹം കേരളമല്ലാതെ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ മറ്റൊരു സമൂഹമില്ല. ആ ഭരണഘടനയിലെ ഓരോ ആർട്ടിക്കിൾസ് ഞാനെടുത്ത് പറയുകയാണ്. ഞാൻ നിയമം കൂടെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 സമത്വം. ഒരേ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നവർക്ക് തുല്യമായ കൂലി, തുല്യമായ വേതനം. ഇത് പ്രീ സ്കൂൾ എന്നാണ് ഇതിൻ്റെ മാഗ്ന കാർട്ടയിൽ ഇതിൻ്റെ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന, ICDSൻ്റെ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നത് പ്രീ സ്കൂൾ പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിന് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ സ്കൂൾ അധ്യാപകർക്ക് തുല്യമാണ് ഇവർ. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 അനുസരിച്ച് സ്കൂൾ അധ്യാപകർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ടോ അതേപോലെ പേ സ്കെയിൽ കിട്ടാൻ ഇവർക്ക് അർഹതയുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 14 അനുസരിച്ചുള്ള സമത്വം, ഈക്വാലിറ്റി എന്ന കാര്യത്തിൽ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും സ്ഥിരപ്പെടുത്തേണ്ടതാണ്. ഇനി ആർട്ടിക്കിൾ 21 വലിയ മാനം നൽകുന്നതാണ്, മാന്യമായ ജീവിത അവകാശം നൽകുന്നതാണ്. സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ഒരു ചുമതലയാണ്. അവർക്ക് എല്ലാ പൗരന്മാർക്കും ആവശ്യമായ ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ചെയ്തു കൊടുക്കുക. ആർട്ടിക്കിൾ 21 നമ്മൾ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ 21 കുറിച്ചാണ്. പിന്നെ ആർട്ടിക്കിൾ 23, 24 ആർട്ടിക്കിൾ 23, 24 എന്ന് പറയുന്നത് ശോഷണത്തിനെതിരായ സംരക്ഷണം. അതായത് വളരെ കുറഞ്ഞ വേതനത്തിൽ പെൻഷൻ, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ സ്ഥിരം അവകാശങ്ങളില്ലാതെ ജോലി ചെയ്യുന്നത് തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ആർട്ടിക്കിൾ 23, 24. അപ്പോൾ അതും ഇവർക്ക് വളരെ പ്രധാനമാണ്. പിന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് കുറേ ഉണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 39, 41, 42, 43. ആർട്ടിക്കിൾ 39D അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയാണ്, ഞാൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന, സമാന ജോലിക്ക് സമാന വേതനം. സ്കൂൾ അധ്യാപകർ ചെയ്യുന്ന ജോലിയാണ് ഞങ്ങളും ചെയ്യുന്നത്, അംഗനവാടിക്കാരും തുല്യവേതനം കിട്ടണം. ആർട്ടിക്കിൾ 41 അനുസരിച്ച്, പട്ടിക 41 ഷെഡ്യൂൾ പട്ടിക അനുസരിച്ച് തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസഹായം നൽകാനുള്ള സംസ്ഥാനത്തിൻ്റെ ബാധ്യതയുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇതിൽ വളരെ ഗൗരവമായി ഇത് സ്ഥിരപ്പെടുത്തുന്നതിൽ നടപടിയെടുക്കണം. അങ്ങനെയാണ് ഗുജറാത്തൊക്കെ ആ രംഗത്തിലേക്കൊന്ന് തലവെച്ച് ഇപ്പോൾ പോകുന്നത്. സുപ്രീം കോടതി വിധി കൂടെ വന്നപ്പോൾ ഗുജറാത്ത് ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ആളുകളെ സ്ഥിരപ്പെടുത്താൻ ചിന്തിക്കുന്നുണ്ട്. 42 തൊഴിലിടങ്ങളിൽ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഉറപ്പാക്കുക എന്നുള്ള ഒരു കഥ വന്നിട്ടുണ്ട്. 42 ആർട്ടിക്കിൾ 43 ലിവിങ് വേജ്, ഡീസൻറ്റ് വർക്കിംഗ് കണ്ടീഷൻ, ഇത്രയും ആവശ്യമുണ്ട്. അപ്പോൾ അംഗനവാടി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 14, 21, 23, 24, 39, 41, 42, 43, 39D, 41, 42 എല്ലാം അവർക്ക് അനുകൂലമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെടുത്തി കിടപ്പുണ്ട്. അതായത് യൂണിയൻ ഗവൺമെൻറ്, മിനിസ്ട്രി ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലും സ്റ്റേറ്റ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസ് ഒരുപാട് കേസുകൾ, സുപ്രീം കോടതിയിൽ ഗുജറാത്തിൻ്റെ കേസുണ്ട്, കർണാടക കേസുണ്ട്, ഒരുപാട് കേസുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായ ഒരു നീക്കം ഇതിനകത്ത് ആവശ്യമുണ്ട്, ജുഡീഷ്യലായിട്ടുള്ള. അതുപോലെ തന്നെ രൺധീർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982 സുപ്രീം കോടതി പറഞ്ഞു, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. തുല്യ ജോലിക്ക് സമാനമായ ജോലിക്ക് തുല്യവേതനം, ഇതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ജിഗിത് സിംഗ് 2016 സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു, ടെമ്പററി ഓർ ഡെയിലി വേജസ് വർക്കേഴ്സ് ഡൂയിങ് സെയിം വർക്ക് ആസ് റെഗുലർ മസ്റ്റ് ബി പെയ്ഡ് ഈക്വലി. താൽക്കാലികമോ കരാറോ ഒന്നുമില്ല, അവർക്ക് തുല്യമായ വേതനം കൊടുക്കണമെന്ന് 2016 സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അംഗനവാടി കേസുകളിൽ, ധാരാളം കേസുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും അവരെ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് റെസ്പോണ്ടർ ഫ്രെയിം എ സ്കീം ഫോർ റെഗുലറൈസേഷൻ കൃത്യമായി കൊണ്ടുവരണം. ആർട്ടിക്കിൾ 39D ഞാൻ നേരത്തെ പറഞ്ഞു, ഈക്വൽ റൈറ്റിന് ഈക്വൽ തുക കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അതുപോലെ 1972 ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം, ഗുജറാത്തിലെ വളരെ പ്രധാനപ്പെട്ട കേസ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെ കേസുകൾ ഞാൻ പറഞ്ഞു. ഇതെല്ലാം വച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ജീവിക്കുന്ന അതുപോലെ തന്നെ
ഏപ്രിൽ മുതൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന് പല സംസ്ഥാനങ്ങളിലും വലിയ തുകയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന വാദവും അതുപോലെ തന്നെ ഡീസൻറ്റ് ലീവിംഗ് എന്ന് പറയുന്ന വാദവും എല്ലാം കൂടി വെച്ചുകൊണ്ട് 1972 പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ചും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ 1(3)(b)(c) പ്രകാരം അവർക്ക് കൃത്യമായ അംഗനവാടി കേന്ദ്രങ്ങൾക്ക് അത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് കുറേ കേസുകളും കൊടുത്തിട്ടുണ്ടല്ലോ, വക്കീലന്മാരും ഒക്കെ ഇതൊന്ന് പഠിക്കട്ടെ. എല്ലാ ആളുകളും കൊടുത്തിട്ടുണ്ട് കേസിന് വക്കീലന്മാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അങ്ങനെ ഓണറേറിയം എന്നത് വേജസ് എന്നതിന് പകരമുള്ള മാത്രമായി മാറി അത് സാലറി എന്ന നിലയിലേക്ക് മാറണം. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തിൽ സർവീസ് ചെയ്താൽ ഒരാളിനെ പിടിച്ച് ദീർഘകാലം സർവീസിലേക്ക് ഓണറേറിയത്തിൽ വയ്ക്കാൻ പറ്റില്ല എന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ കാലപരിധി കോടതി പറയുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഇവരെ സ്ഥിരപ്പെടുത്തിയേ കഴിയൂ. അതുകൊണ്ട് തന്നെ അംഗനവാടി ഫ്രീഡം ഫോറത്തിന് ഈ കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും ഞങ്ങൾ ഇംഗ്ലീഷിലും വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം നിങ്ങൾ കാണുക. കേരളത്തിലെ ആളുകളും ഭരണകൂടം ഇതിൽ സീരിയസ് ആയിട്ട് ഈ വിഷയമെടുക്കണം. അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാരെ 66,000-ൽ കൂടുതൽ വരുന്ന അംഗനവാടി വർക്കർമാരെ ഹെൽപ്പർമാരെ 33,000 അംഗനവാടികളിലുള്ളവരെ സ്ഥിരപ്പെടുത്തി റെഗുലർ പേ കൊടുത്ത് പേ സ്കെയിലിൽ അവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് വിനയ പുരസ്സരം അംഗനവാടി ഫ്രീഡം ഫോറം സർക്കാരിനോടും ഇതിനാവശ്യമായ പോരാട്ടത്തിൽ എല്ലാ യൂണിയനുകളും അസോസിയേഷനുകളും ഒന്നിച്ചു നിൽക്കണമെന്നും അങ്ങനെ നിങ്ങൾ പോരാടുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പറയട്ടെ. എല്ലാവിധ ഭാവങ്ങളും അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാർക്ക് തേരുന്നു. അതുപോലെ പെൻഷൻകാരുടെ വിഷയങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വലിയ ജീവിത സമര പോരാട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്ഥിരമാകാനുള്ള വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കിടപ്പുണ്ട്. നമ്മളതെടുത്തൊന്ന് പ്രയോഗിക്കുക. അത് നമുക്ക് ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരിക. അതിനുശേഷമാണ് ഇതിന് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.